welcome back to our channel Waller of NCC. ഞാൻ ഇന്ന് നിങ്ങളുടെ മുന്നിലായിരിക്കുന്നത് NCCയുടെ B level exam preparation വേണ്ടിയുള്ള കുറച്ച് ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയാണ്. കുറച്ച് ക്വസ്റ്റ്യൻ പേപ്പർ എന്ന് പറയുമ്പോൾ അത് സാധാ ക്വസ്റ്റ്യൻ പേപ്പർ അല്ല, നമ്മളുടെ എക്സാമിന് വരുന്ന അതേ പാറ്റേണിലുള്ള ക്വസ്റ്റ്യൻ പേപ്പറാണ്. അപ്പോൾ ഈ ഘടനയിൽ തന്നെയാണ് നമുക്ക് എക്സാം നടക്കുക. നമ്മുടെ എക്സാം ഡേറ്റിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ്. ആരും തന്നെ ടെൻഷൻ അടിക്കേണ്ട കാര്യമൊന്നുമില്ല. കാരണം നമുക്ക് സ്കൂളിലെ പോലെ തന്നെ ഇപ്പോൾ NCCക്കും ഫോക്കസ് ഏരിയ തന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വളരെ എളുപ്പത്തിൽ നമുക്ക് ജയിക്കാൻ സാധിക്കും. നമുക്കറിയാം NCCയിൽ എക്സാം പാസ്സാവണമെങ്കിൽ ഓരോ വിഷയത്തിനും സെപ്പറേറ്റ് മിനിമം മാർക്കും വേണം. അതുപോലെ തന്നെ നമ്മൾ ടോട്ടലായിട്ട് ജയിക്കുകയും വേണം. എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണല്ലോ അത്. അപ്പോൾ ഇപ്രാവശ്യം നമുക്ക് കിട്ടിയിരിക്കുന്ന ഒരു സുവർണ അവസരമാണിത്. ഫോക്കസ് ഏരിയ തന്നിരിക്കുന്നതുകൊണ്ട് വളരെ കുറച്ച് മാത്രമേ പഠിക്കാനുള്ളൂ. അപ്പോൾ എനിക്ക് ഉറപ്പുണ്ട് ഈ വീഡിയോ കഴിയുമ്പോൾ തന്നെ എല്ലാവരും എക്സാം പാസ്സാവാനുള്ള മാർക്ക് സ്കോർ ചെയ്യും. ഇനി നമ്മളുടെ ഈ ചാനലിൽ തന്നെ അടുത്ത എല്ലാ സെക്ഷനെ കുറിച്ചുള്ള വീഡിയോസ് നമ്മൾ ഇടുന്നുണ്ട്. അപ്പോൾ അതും കൂടി പഠിക്കുകയാണെങ്കിൽ അത് വെറുതെ ഒന്ന് കേട്ടാൽ തന്നെ എല്ലാവർക്കും എബവ് 50% തീർച്ചയായും. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻ ആൻസർ സെഷനിലേക്ക് കിടക്കാം അല്ലേ? അപ്പോൾ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ തന്നെ പറയാൻ പോകുന്നത് ഡ്രില്ലുമായി ബന്ധപ്പെട്ടതാണ്. ആദ്യത്തെ സെക്ഷൻ എന്ന് പറയുന്നത് ആദ്യത്തെ സെക്ഷനിൽ നമുക്ക് വരുന്നത് ഏകദേശം 3 ക്വസ്റ്റ്യൻസ് ആണ് ആദ്യത്തെ ഡ്രില്ല് എന്ന് പറയുന്ന ഭാഗത്ത് വരുന്നത്. അപ്പോൾ ഒന്നാമത്തെ ചോദ്യം എന്ന് പറയുന്നത് വാട്ട് ഈസ് ദി എയിം ഓഫ് ഡ്രിൽ? എല്ലാ പ്രാവശ്യം കണ്ടിന്യൂസ് ആയിട്ട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. ഡ്രില്ലിൻ്റെ എയിം എന്താണ്? അതെല്ലാവർക്കും അറിയാവുന്നതായിരിക്കുമല്ലോ. ടു ഇൻകൾക്കേറ്റ് എ സെൻസ് ഓഫ് ഡിസിപ്ലിൻ, ഒരു അച്ചടക്ക ബോധമുള്ളവരായി വളർത്തുക. രണ്ടാമത്തെ ഇംപ്രൂവ് ബെയറിംഗ്, സ്മാർട്ട്നെസ് ഇൻ അപ്പിയറൻസ് ആൻഡ് ടേൺ ഔട്ട്. ഇംപ്രൂവ് ബെയറിംഗ്, നമ്മളെ കരുത്തരാക്കുക, കൂടുതൽ ഹാർഡ് വർക്ക് ചെയ്യാൻ നമ്മളെ പ്രാപ്തരാക്കുക. സ്മാർട്ട്നെസ് ഇൻ അപ്പിയറൻസ് ആൻഡ് ടേൺ ഔട്ട്, നമ്മുടെ ആദ്യ ലുക്കിൽ തന്നെ നമ്മൾ സ്മാർട്ടാണെന്ന് അതായത് വെൽ ഡിസിപ്ലിൻഡ് ആയിട്ടുള്ള ഒരു വ്യക്തിയാക്കി എടുക്കുക. പിന്നെ ക്രിയേറ്റ് സെൽഫ് കോൺഫിഡൻസ്, ആത്മവിശ്വാസം വളർത്തിയെടുക്കാൻ സഹായിക്കുക. ടു ഡെവലപ്പ് ദി ക്വാളിറ്റി ഓഫ് ഇമ്മീഡിയറ്റ് ആൻഡ് ഇംപ്ലിസിറ്റ് ഒബീഡിയൻസ് ടു ഓർഡേഴ്സ്, അതായത് ഒരു ഒബീഡിയൻ്റ് നമ്മളെ ഒരു ഒബീഡിയൻ്റ് വ്യക്തിയായിട്ട് മാറ്റിയെടുക്കുക. ഇതൊക്കെയാണ് നമ്മുടെ ഡ്രില്ലിൻ്റെ എയിം എന്ന് പറയുന്നത്. ഒന്നാമത്തത് ടു ഇൻകൾക്കേറ്റ് എ സെൻസ് ഓഫ് ഡിസിപ്ലിൻ, ഇംപ്രൂവ് ബെയറിംഗ്, സ്മാർട്ട്നെസ് ഇൻ അപ്പിയറൻസ്, ക്രിയേറ്റ് സെൽഫ് കോൺഫിഡൻസ് and to develop a quality of immediate and implicit obedience to orders. ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ട്രാൻസ്ലേറ്റ് ടു ഹിന്ദി ദ ഫോളോയിങ് കമാൻഡ്സ്. ഹിന്ദിയിലേക്ക് ഈ ഇംഗ്ലീഷിലുള്ള കമാൻഡ് മാറ്റുക. അത് തന്നെ നമുക്ക് അറിയാം, നമ്മൾ പരേഡ് ഗ്രൗണ്ടിൽ ചെയ്യാറുള്ളതാണ്. ബായ എന്ന് പറഞ്ഞാൽ ലെഫ്റ്റ് ആണെന്നും ദൈന എന്ന് പറഞ്ഞാൽ റൈറ്റ് ആണെന്നും അറിയാം. മൂടന എന്ന് പറഞ്ഞാൽ ഹിന്ദിയിൽ തിരിയുക എന്നർത്ഥം. അപ്പോൾ ഈ 3 വെച്ച് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ ഉള്ളൂ. ദൈനെ എന്ന് പറഞ്ഞാൽ റൈറ്റ്, വലതുവശം, അത് എപ്പോഴും ഓർത്തിരിക്കുക. ദൈനെ വലതുവശം, ബായെ ഇടതുവശം. അപ്പോൾ ലെഫ്റ്റ് ടേൺ എന്ന് പറഞ്ഞാൽ നമ്മൾ ഹിന്ദിയിൽ എങ്ങനെ പറയും? ലെഫ്റ്റ് ടേൺ എന്നുള്ള കമാൻഡ് ബായെ മൂഡ്. ഐസ് റൈറ്റ് എന്ന് പറയുമ്പോൾ ദൈനെ ദേക്ക്, റൈറ്റ് എന്നുള്ളത് ഞാൻ പറഞ്ഞു ദൈനയാണ്. അപ്പോൾ ഐസ് റൈറ്റ് എന്ന് പറയുമ്പോൾ ദൈനെ ദേക്ക്. ദേഖ്ന എന്ന് പറഞ്ഞാൽ ഹിന്ദിയിലെ അർത്ഥം കാണുക എന്നാട്ടോ. അപ്പോൾ ഇനി അടുത്തത് സ്റ്റാൻഡ് ഈസി എന്ന് പറഞ്ഞാൽ കൂളായിട്ട് നിൽക്കുക. സ്റ്റാൻഡ് ഈസി എന്ന് പറയുമ്പോൾ ആരാംസേ. എബൌട്ട് ടേൺ, പുറകോട്ട് തിരിയുക. 180 ഡിഗ്രി തിരിയുന്നതാണ് എബൌട്ട് ടേൺ എന്ന് പറയുക. അപ്പോൾ 180 ഡിഗ്രി തിരിഞ്ഞ് കഴിയുമ്പോൾ നമ്മൾ നേരെ പുറകോട്ട് വരും. അപ്പോൾ ഹിന്ദിയിൽ പുറകോട്ട് വരാൻ എന്താ പറയുക? പീച്ചെ. അപ്പോൾ പീച്ചെ മൂഡ്, എബൌട്ട് ടൈം പീച്ചെ മൂഡ്. അടുത്തത് റൈറ്റ് ടൈം. ഞാൻ പറഞ്ഞ രീതിയിലൊന്ന് ചിന്തിച്ച് നോക്കിയേ. റൈറ്റ് ടൈം എന്തായിരിക്കും? റൈറ്റ് എന്ന് പറഞ്ഞാൽ ദൈനെ, തിരിയുക എന്ന് പറഞ്ഞാൽ മൂഢന. അപ്പോൾ റൈറ്റ് ടേൺ എന്ന് പറയുമ്പോൾ ദൈനെ മൂഡ് അല്ലേ? ഇനി അടുത്തതായിട്ട് നമ്മൾ വരുന്നത് മൂന്നാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് 1 വേർഡ് ആയിട്ടുള്ളതാണ്. അത് നമുക്ക് പരേഡ് ഗ്രൗണ്ടിൽ ചെയ്ത് നമുക്ക് അറിയാവുന്ന കാര്യങ്ങളൊക്കെയാണ്. ഞാൻ പറഞ്ഞു ദൈനെ മൂഡിൽ നമ്മൾ 90 ഡിഗ്രിയാണ് തിരിയുക. 90 ഡിഗ്രിയാണ് തിരിയുക. പീച്ച മൂഡ് വരുമ്പോൾ 180 ഡിഗ്രി തിരിഞ്ഞു വരും.
In आधा दाहिने मोड़ the squat turn dash degree. ആധാ ദൈനെ മോഡ് ദ സ്ക്വാഡ് ടേൺ ഡാഷ് ഡിഗ്രി. അതായത് ആധാ എന്ന് പറഞ്ഞാൽ പാതി, ദൈനയിൽ തിരിയുമ്പോൾ നമ്മൾ 90 ഡിഗ്രി തിരിയും. ആധാ പാതിയല്ലേ, അപ്പോൾ 90യുടെ പാതി 45 ഡിഗ്രി. അപ്പോൾ ആധാ ദൈനെ മോഡിൽ നമ്മൾ എത്ര ഡിഗ്രിയാണ് തിരിയുന്നത്? 45 ഡിഗ്രി. അടുത്ത ക്വസ്റ്റ്യൻ. ഇൻ തേച്ചൽ ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ കേഡറ്റ് ഈസ് ഡാഷ് ഇഞ്ച്. തേച്ചലിൽ രണ്ട് കേഡറ്റ് തമ്മിലുള്ള ഡിസ്റ്റൻസ് എത്രയാണ്? 30 ഇഞ്ചസ്. 30 ഇഞ്ചസ്. ഇനി അടുത്തത്. ഇൻ ദൈനെ സെറ്റ് ദ സ്ക്വാഡ് ടേക്സ് എ സ്റ്റെപ്പ് ഫോർവേഡ് ബൈ ഡാഷ് ഇഞ്ച്. എത്ര ഇഞ്ചാണ് ദൈനെ സെറ്റിൽ നമ്മൾ മുന്നോട്ട് വയ്ക്കുന്ന സ്റ്റെപ്പിന്റെ അകലം എത്രയാണ്? 15 ഇഞ്ചസ്. 15 ഇഞ്ചസ്. ആംഗിൾ ബിറ്റ്വീൻ ടോസ് ഇൻ സാവധാൻ ഈസ്. നമ്മൾ സാവധാൻ പൊസിഷനിൽ നമ്മുടെ ടോസിനിടയ്ക്ക് ഉണ്ടാവുന്ന ആംഗിൾ എത്രയാണ്? 30 ഡിഗ്രി. അടുത്ത ക്വസ്റ്റ്യൻ. ഇൻ പീച്ചെ മൂവ് ദ സ്ക്വാഡ് ടേൺ ഡാഷ് ഡിഗ്രി. പീച്ചെ മൂഡിൽ നമ്മൾ എത്ര ഡിഗ്രിയാണ് തിരിയുക? 180 ഡിഗ്രി. പീച്ചെ മൂഡ് 180 ഡിഗ്രി. ഇനി അടുത്തത് വെപ്പൺ ട്രെയിനിങ്ങിനെ കുറിച്ച് ഉള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഇതാണ് നമ്മുടെ സെക്കൻഡ് പേപ്പർ എന്ന് പറയുന്നത്. 30 മാർക്കിനുള്ള ക്വസ്റ്റ്യൻസ് ആണ് വരിക. അപ്പോൾ ഏകദേശം 3 ക്വസ്റ്റ്യൻ ഉണ്ടായിരിക്കും. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ. വാട്ട് ഈസ് ദ സീക്വൻസ് ഓഫ് ആക്ഷൻ വൈൽ ഫയറിംഗ് എ ഷോട്ട്. ഫയറിങ്ങിലെ ക്രമങ്ങൾ, നമ്മൾ ഫയർ ചെയ്യുന്നതിന് മുമ്പ് അല്ലെങ്കിൽ ഫയർ ചെയ്ത് കഴിഞ്ഞ് എന്തൊക്കെ ചെയ്യണം എന്നുള്ള ക്വസ്റ്റ്യൻ ആണ് അത്. ഒന്നാമത്തത് എയിമിംഗ് പൊസിഷൻ. On taking the aim, the firer must take the first pressure. നമ്മൾ ഫസ്റ്റ് പ്രഷർ ഉപയോഗിക്കേണ്ട സ്ഥലമാണ് എയിമിംഗ് പൊസിഷൻ എന്ന് പറയുന്നത്. രണ്ടാമത്തേത് ബ്രീത്തിങ്. ജസ്റ്റ് ബിഫോർ ടേക്കിംഗ് ആൻ എയിം, breathing must be gently restrained. It is important to coordinate so that when the foresight comes to the point of aim, the breath is partially exhaled. നമ്മൾ ബ്രീത്ത് കൺട്രോൾ ചെയ്യുക എന്നുള്ളത് ഫയർ ചെയ്യുന്നതിനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ബ്രീത്ത് കൺട്രോൾ ചെയ്തില്ലെങ്കിൽ നമ്മുടെ എയിം ഒക്കെ മാറിപ്പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ എയിം പിടിച്ച് നിൽക്കുമ്പോൾ നമ്മൾ സാവധാനം നിശ്വസിക്കുന്ന രീതിയിലായിരിക്കണം നമ്മുടെ ബ്രീത്ത് കൺട്രോൾ അറേഞ്ച് ചെയ്യേണ്ടത്. ഇനി അടുത്തത് സി എന്നുള്ളത് ഫയറിംഗ് ആണ്. ഫയർ ചെയ്യുമ്പോൾ നമ്മൾ കറക്റ്റ് എയിമിൽ പിടിച്ച് നമ്മുടെ ഫയർ ചെയ്യുക. ഫയർ ചെയ്തതിന് ശേഷം നമ്മൾ ആ പൊസിഷനിൽ നിന്ന് മാറാൻ പാടില്ല. അതാണ് ഇനി പറയാൻ പോകുന്നത്. ഇമ്മീഡിയറ്റ്ലി ഓൺ കറക്റ്റ് എയിം the second pressure will be taken and shot fired. For a second or two after firing, there should be no relaxation of the hold or movement of trigger finger or head. നമ്മൾ കറക്റ്റ് എയിം പിടിച്ച് നമ്മൾ സെക്കൻഡ് പ്രഷർ ഉപയോഗിക്കേണ്ട സ്ഥലമാണ് ഫയർ ചെയ്യുമ്പോൾ. അപ്പോൾ കറക്റ്റ് എയിം പിടിച്ച് ഫയർ ചെയ്തതിന് ശേഷം 2-3 സെക്കൻഡത്തേക്ക് നമുക്ക് അവിടുന്ന് നമ്മൾ മാറാൻ പാടില്ല. അങ്ങനെ മാറിയിട്ടുണ്ടെങ്കിൽ നമ്മൾ എയിം മാറിപ്പോകും. ഇനി ഫോളോ ത്രൂ. ഡി എന്ന് പറയുന്നത് ഫോളോ ത്രൂ ആണ്. നമ്മൾ ഫയർ ചെയ്തതിന് ശേഷം എന്ത് ചെയ്യണം എന്നുള്ളത് അത് ഞാൻ പറഞ്ഞത് തന്നെയാണ്. ഫയർ ചെയ്തതിന് ശേഷം എയിം മാറിപ്പോകാതിരിക്കാൻ വേണ്ടി നമ്മൾ ആ പൊസിഷൻ തന്നെ ഒരു 2-3 സെക്കൻഡത്തേന് നിലനിർത്തണം. ഇല്ലെങ്കിൽ നമ്മൾ ബാരലിൽ നിന്ന് ബുള്ളറ്റ് പോയി കഴിഞ്ഞതിന് ശേഷം 2-3 സെക്കൻഡ് നമ്മൾ ആ പൊസിഷൻ തന്നെ പിടിക്കണം. ഇല്ലെങ്കിൽ നമ്മുടെ എയിം മാറിപ്പോകും. വെപ്പൺ ട്രെയിനിങ്ങിൻ്റെ ആണ്. ഈ പാർട്ടിൽ നിന്ന് 3 ക്വസ്റ്റ്യൻ ആണ് വരിക, 30 മാർക്കിൻ്റെ. അപ്പോൾ ഓരോ ക്വസ്റ്റ്യനും 10 മാർക്കാണെന്ന് ഓർത്തണം. അപ്പോൾ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ. വാട്ട് ഈസ് ദി സീക്വൻസ് ഓഫ് ആക്ഷൻ വൈൽ ഫയറിംഗ് എ ഷോട്ട്. നമ്മൾ ഫയർ ചെയ്യുന്നതിൻ്റെ ഘടനകൾ എന്തൊക്കെയാണ്? ഒന്നാമത്തേത് എയിമിംഗ് പൊസിഷൻ. ഓൺ ടേക്കിംഗ് ദി എയിം, ദി ഫയറർ മസ്റ്റ് ടേക്ക് ദി ഫസ്റ്റ് പ്രഷർ. നമ്മൾ എയിം എടുക്കുമ്പോൾ നമ്മൾ ഫസ്റ്റ് പ്രഷർ അപ്ലൈ ചെയ്യുന്ന സ്ഥലമാണ് എയിമിംഗ് പൊസിഷൻ എന്ന് പറയുന്നത്. ഒന്നാമത്തേത് എയിമിംഗ് പൊസിഷൻ. രണ്ടാമത്തെ എന്ന് പറയുന്നത് ബ്രീത്തിങ് ആണ് നമ്മളുടെ ഈ ഫയറിംഗ് സീക്വൻസിലെ ഏറ്റവും പ്രധാനപ്പെട്ട ബ്രീത്ത് കൺട്രോളാണ് ഫയറിംഗ് സീക്വൻസിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടന എന്ന് പറയുന്നത്. ജസ്റ്റ് ബിഫോർ ടേക്കിംഗ് ആൻ എയിം, breathing must be gently restrained. It is important to coordinate so that
When the foresight comes to the point of aim, the breath is partially exhaled. നമ്മൾ ബ്രീത്ത് കൺട്രോൾ ചെയ്യുക എന്ന് പറയുമ്പോൾ എയിം എടുത്ത് വെച്ച് നിൽക്കുമ്പോൾ നമ്മൾ പാർഷ്യലി എക്സ്ഹെയിൽ ചെയ്യുന്ന പതിയെ നിശ്വസിക്കുന്ന രീതിയിലായിരിക്കണം നമ്മൾ ബ്രീത്ത് കൺട്രോൾ ചെയ്യേണ്ടത്. ഇനി അടുത്തതെന്ന് പറയുന്നത് ഫയറിംഗ് ആണ്. നമ്മൾ കറക്റ്റ് എയിമിൽ കൃത്യസമയത്ത് ഫയർ ചെയ്യുക. ഫയർ ചെയ്തതിന് ശേഷം നമ്മൾ ആ മൂവ്മെൻറ്റിൽ നിന്ന് മാറാൻ പാടില്ല. അതായത് ഫയർ ചെയ്തതിന് ശേഷം 1-2 സെക്കൻഡിന് നമ്മൾ അതുപോലെ തന്നെ റൈഫിൾ എങ്ങനെ പിടിച്ചോ അതുപോലെ തന്നെ ഹോൾഡ് ചെയ്ത് നിൽക്കണം. ഇമ്മീഡിയറ്റ്ലി ഓൺ കറക്റ്റ് എയിം, ദി സെക്കൻഡ് പ്രഷർ വിൽ ബി ടേക്കൺ ആൻഡ് ഷോട്ട് ഫയർഡ്. For a second or two after firing, there should be no relaxation of the hold or movement of trigger finger or head. നമ്മളുടെ ബോഡി ഷേക്ക് ചെയ്യാനോ ട്രിഗറിൽ നിന്ന് കൈ മാറ്റാനോ പാടില്ല. സെക്കൻഡ് പ്രഷർ അപ്ലൈ ചെയ്യുന്ന സ്ഥലമാണ് ഫയറിംഗ് എന്ന് പറയുന്നത്. അവസാനത്തെ ഭാഗം എന്ന് പറയുന്നത് ഫോളോ ത്രൂ ആണ്. ഫോളോ ത്രൂ എന്ന് പറഞ്ഞാൽ ഫയർ ചെയ്ത് കഴിഞ്ഞ് നമ്മൾ ചെയ്യേണ്ട സംഭവങ്ങൾ. ഫയർ ചെയ്ത് കഴിഞ്ഞ് നമ്മൾ ആദ്യം പറഞ്ഞ പോലെ തന്നെ ആ പൊസിഷൻ തന്നെ മെയിൻറ്റെയിൻ ചെയ്യാൻ ശ്രദ്ധിക്കുക. ബുള്ളറ്റ് വാലിൽ നിന്ന് പോയതിന് ശേഷവും 2-3 സെക്കൻഡ്സിലേക്ക് ആ പൊസിഷൻ തന്നെ മെയിൻറ്റെയിൻ ചെയ്യുക. The question, what is the normal procedure on the firing points? ഇത് നമ്മുടെ ഈ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് നമ്മുടെ ആർമി ഓഫീസേഴ്സ് വാർ ഫീൽഡ് ചെയ്യുന്ന പ്രൊസീജിയേഴ്സ് ആണ്. ഫയർ ചെയ്യുന്നതിന് മുമ്പും ചെയ്തതിന് ശേഷവും നമ്മൾ ഇത് വെപ്പൺ ട്രെയിനിങ് ക്ലാസ്സിലെ ഓഫീസേഴ്സ് നമുക്ക് പറഞ്ഞു തന്നായിരുന്നു. ഒരു സെക്ഷനിൽ 10 പേരാണ് ഉള്ളത്. ആ 10 പേര് പല പേരുകളായിട്ട് തിരിച്ച് ഫയർ ചെയ്യുന്നവർ 4 പേര് അങ്ങനെ തിരിച്ച് ഓരോ ഗ്രൂപ്പുകളുണ്ടെന്ന് നമ്മളോട് പറഞ്ഞു തന്നിരുന്നു. അതൊക്കെ ഒരു ഓർമ്മയിൽ വെച്ചിട്ട് വേണം നമ്മൾ ഈ ഭാഗത്തിലേക്ക് കിടക്കാൻ. അപ്പോൾ ഒന്നാമത്തെ എന്ന് പറയുന്നത് the party to fire is brought within about 100 yards of the firing point. അതായത് ഇപ്പോൾ നമ്മൾ ഫയർ ചെയ്യുന്നത് 100 റേഞ്ചിലുള്ള ടാർഗറ്റിനെ ആയിരിക്കും നമ്മൾ ഫയർ ചെയ്യുക. The practices to be fired are explained. Firers are detailed to targets. നമ്മൾ ടാർഗറ്റിനെ കുറിച്ച് കമാൻഡിങ് ഓഫീസർ വ്യക്തമായി അവർക്ക് പറഞ്ഞു കൊടുക്കും. ഫയർ ചെയ്യുന്നവർക്ക് കമാൻഡ് കൊടുക്കും. എവിടെയാണ് നമ്മുടെ ടാർഗറ്റ് ഇരിക്കുന്നതെന്നും എത്ര ദൂരത്തിലാണ് ഇരിക്കുന്നതെന്നും വ്യക്തമായി പറഞ്ഞു കൊടുക്കും. അപ്പോൾ അടുത്ത സ്റ്റെപ്പാണ് ഇനി പറയാൻ പോകുന്നത്. ദി കോച്ചസ്, അമ്യൂണേഷൻ പാർട്ടി ആൻഡ് ലുക്കൗട്ട് മെൻ ടേക്ക് അപ്പ് ദെയർ പൊസിഷൻ. കോച്ചസും അമ്യൂണേഷൻ പാർട്ടി എന്ന് വെച്ചാൽ വെടിമരുന്നൊക്കെ കൊണ്ടുവരുന്ന ആൾക്കാരും അവരുടേതായിട്ടുള്ള പൊസിഷൻ എടുക്കും. അവരുടേതായിട്ട് പൊസിഷൻ എന്ന് പറഞ്ഞാൽ ഇവർക്ക് ഓരോരോ പൊസിഷൻ കമാൻഡിങ് അനുസരിച്ച് ഇവർ മാറിക്കൊണ്ടിരിക്കും. അപ്പോൾ അവരോട് പറഞ്ഞ പൊസിഷൻ അവർ സ്വീകരിക്കും. അപ്പോൾ ആ പൊസിഷനിൽ വന്ന് നിൽക്കും. പിന്നെ ദ ഫസ്റ്റ് 2 details only form up behind their targets. അടുത്തത് ഓൺ ദി ഓർഡർ ഓഫ് ആകെ ബാരെ എന്ന് വെച്ചാൽ ഡീറ്റെയിൽഡ് അഡ്വാൻസ്. ദ ഫസ്റ്റ് ഡീറ്റെയിൽ വിൽ ടേക്ക് പൊസിഷൻ ഓൺ ദി ഫയറിംഗ് പോയിന്റ്. ആകെ ബാരെ എന്ന കമാൻഡ് വരുമ്പോൾ ഇവർ ഫയറിംഗ് പോയിന്റ് എവിടെ നിന്നാണോ ഫയർ ചെയ്യേണ്ടത് ആ പോയിന്റിലേക്ക് വന്ന് അലൈൻ ചെയ്ത് നിൽക്കും. അടുത്തത് ഓൺ ദി ലോവറിംഗ് ഓഫ് ദി റെഡ് ഫ്ലാഗ് അറ്റ് ദി ബട്ട്, ദ ഓഫീസർ സൂപ്പർവൈസിംഗ് ദ ഫയറിംഗ് പോയിന്റ് മേ order his red flag to be taken down and give the order of detail advance. അതായത് സൂപ്പർവൈസിംഗ് ഓഫീസർ തൻ്റെ റെഡ് ഫ്ലാഗ് താഴേക്ക് താത്താൻ പോവാണ് എന്നുള്ള ഓർഡറാണ് ഡീറ്റെയിൽ അഡ്വാൻസ് എന്ന ഓർഡർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആ ഡീറ്റെയിൽ അഡ്വാൻസ് എന്ന ഓർഡർ കൊടുക്കുമ്പോഴത്തേനും സൂപ്പർവൈസിംഗ് ഓഫീസർ തൻ്റെ കയ്യിലിരിക്കുന്ന റെഡ് ഫ്ലാഗ് താഴേക്ക് താത്തും. ദ കോച്ചസ് ചെക്ക് അപ്പ് ദെയർ പൊസിഷൻ ആൻഡ് കറക്റ്റ് ദം ഇഫ് നീഡഡ് ആൻഡ് ഗിവ് ദി വേർഡ് ഓഫ് കമാൻഡ് ലിംബർ അപ്പ്. കോച്ചസിൻ്റെ ഡ്യൂട്ടി എന്ന് പറയുന്നത് എല്ലാവരും ഓൺ പൊസിഷനിലാണോ എന്നും ചെക്ക് ചെയ്യാനും
അതുപോലെ തന്നെ അവർ കറക്റ്റ് പൊസിഷനിൽ നിന്നാണോ ഫയർ ചെയ്യുന്നത് എന്നൊക്കെ കണ്ടെത്താനൊക്കെയാണ്. അപ്പോൾ കറക്റ്റ് പൊസിഷനിൽ അല്ലെങ്കിൽ കറക്റ്റ് ആക്കിയിട്ട് അവർക്ക് ഫയർ ചെയ്യാൻ റെഡി ആയിക്കോളാം എന്നുള്ള രീതിയിൽ ലിംബർ അപ്പ് എന്ന കമാൻഡ് കൊടുക്കുന്നു. ഓൺ ദിസ് ദ ഫയറേഴ്സ് മസ്റ്റ് അലൈൻ റൈഫിൾസ് ആസ് ദേ ഹാവ് ബീൻ ടോട്ട്. ലിംബർ അപ്പ് എന്ന കമാൻഡ് കൊടുത്തു കഴിയുമ്പോൾ തന്നെ സോൾജിയേഴ്സ് അവരെ പഠിപ്പിച്ചിരിക്കുന്നത് പോലെ റൈഫിൾ എടുത്ത് സെറ്റാക്കി വെക്കും. അതായത് റൈഫിൾ എടുക്കും. ദ ഓഫീസർ വിൽ ദെൻ ഗീവ് ദി ഓർഡർ ടു ലോഡ് ആൻഡ് ക്യാരി ഓൺ. അതിനുശേഷം ഈ കമാൻഡിങ് ഓഫീസർ അവരോട് ലോഡ് ചെയ്തോളാൻ പറയും, എന്നിട്ട് കണ്ടിന്യൂ ചെയ്തോളാൻ പറയും. ഈ കമാൻഡിങ് ഓഫീസർ ഫയർ ചെയ്താനുള്ള കമാൻഡ് കൊടുത്തതിന് ശേഷം മാത്രമേ ഈ LMGക്കാർക്ക് അല്ലെങ്കിൽ സോൾജിയേഴ്സിന് ഫയർ ചെയ്യാനുള്ള അധികാരമുള്ളൂ. അപ്പോൾ ഇനി അടുത്തത്, ദ ഫയറിംഗ് വിൽ സ്റ്റാർട്ട് ഓൺലി ആഫ്റ്റർ ഗെറ്റിംഗ് ഓർഡേഴ്സ് ഫ്രം ഓഫീസർ ഇൻചാർജ്. അത് ഞാനിപ്പോൾ പറഞ്ഞതാണ്. കമാൻഡിങ് ഓഫീസർ പറഞ്ഞതിന് ശേഷം മാത്രമേ ഫയർ ചെയ്യാനുള്ള അധികാരം സോൾജിയേഴ്സിന് ഉള്ളൂ. ഓൺ കംപ്ലീഷൻ ഓഫ് ഫയർ, the firers must raise their right hand up, keeping the elbow on the ground. അതായത് ഓരോ സോൾജേഴ്സും ഫയർ ചെയ്ത് കഴിയുമ്പോൾ അവരുടെ റൈറ്റ് ഹാൻഡ് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള രീതിയിൽ, എൽബോ മടക്കി പെർപെൻഡിക്കുലർ ആയ രീതിയിൽ അവർ കൈ പൊക്കണം. അപ്പോൾ ഓഫീസർ ഇൻ ചാർജ് വിൽ ഗീവ് ദി വേർഡ് ഓഫ് കമാൻഡ് ഖാലി കാർ. ഓൺ ദിസ് ദ ഫയറേഴ്സ് വിൽ ടേക്ക് their rifles onto their shoulders and move the bolt twice, press the trigger and stand up. അപ്പോൾ എല്ലാ 4 പേരും ഇതുപോലെ റൈറ്റ് ഹാൻഡ് അപ്പ് ചെയ്ത് കഴിയുമ്പോൾ കമാൻഡിങ് ഓഫീസർ ഖാലി കാർ എന്ന കമാൻഡ് കൊടുക്കും. ആ കമാൻഡ് ലഭിച്ച ഉടനെ ഈ റൈഫിൾ ഉള്ളവർ അവരുടെ റൈഫിൾ ഷോൾഡറിൽ ഇടും. പിന്നെ അടുത്തത്, ദ ഓഫീസർ ഇൻ ചാർജ് വിൽ ഗീവ് ദി കമാൻഡ് ഡീറ്റെയിൽഡ് റിപ്പോർട്ട്. ഓൺ ദിസ് ദ ഫയറേഴ്സ് വുഡ് റിപ്പോർട്ട് നമ്പർ എക് റൈഫിൾ തീക്ക്, ദോ തീക്ക്, തീൻ തീക്ക് and number 4 rifle thick. The report will be from left to right. അതായത് ഈ ഖാലി കാർ എന്ന ഇത് കൊടുത്തു കഴിയുമ്പോൾ സോൾജേഴ്സ് എല്ലാം അവരുടെ ഇത് അവസാനിപ്പിച്ച്, അല്ലെങ്കിൽ എല്ലാവരും അവസാനിച്ചതിന് ശേഷമാണ് ഖാലി കാർ എന്ന കമാൻഡ് കൊടുക്കുന്നത്. അതിനുശേഷം സോൾജേഴ്സ് റൈഫിൾ എടുത്ത് വെക്കും. അപ്പോൾ ഡീറ്റെയിൽഡ് റിപ്പോർട്ട് എന്ന കമാൻഡിങ് ഓഫീസർ ഓർഡർ കൊടുത്തു കഴിയുമ്പോൾ അവർ തിരിച്ച് കമാൻഡ് കൊടുക്കുന്നതാണ്. ഒന്നാമത്തെ ആൾ ലെഫ്റ്റിൽ നിന്നാണ് നമ്മൾ കമാൻഡ് കൊടുക്കാൻ തുടങ്ങുന്നത്. അപ്പോൾ ലെഫ്റ്റിൽ നിന്ന് ഒന്നാമത്തെ ആൾ പറയും നമ്പർ എക് റൈഫിൾ തീക്ക്, രണ്ടാമത്തെ ആൾ പറയും ദോ തീക്ക്, തീൻ തീക്ക്, അവസാനത്തെ ആൾ പറയും ഫസ്റ്റ് പറഞ്ഞ പോലെ തന്നെ നമ്പർ 4 റൈഫിൾ തീക്ക്. അപ്പോൾ ഒന്നാമത്തെ ആളും നാലാമത്തെ ആളും നമ്പർ എക് റൈഫിൾ തീക്കെന്നും നമ്പർ 4 റൈഫിൾ തീക്കും എന്നാണ് പറയുക. നടുക്കുള്ള 2 പേര് ദോ തീക്ക്, തീൻ തീക്ക് എന്നേ പറയുള്ളൂ. ഇനി അടുത്തത്, the details are changed by word of command and the new detail will have been waiting comes up while another detail forms up behind. അതായത് നമ്മുടെ കമാൻഡിങ് ഓഫീസർ പറയുന്ന അനുസരിച്ചാണ് ഇവരുടെ സെക്ഷൻ, ഇവരുടെ ഗ്രൂപ്പ് മുന്നോട്ട് പോകുന്നത്. അപ്പോൾ ഇവർ ഓരോരുത്തരും നല്ല അലേർട്ടായിട്ടാണ് എപ്പോഴും ഇരിക്കുക. അടുത്ത കമാൻഡിന് വേണ്ടി ബാക്കിയുള്ളവർ വെയിറ്റ് ചെയ്യും. ആ സമയം ബിഫോർ ദി ഫയറേഴ്സ് ലീവ് ദി റേഞ്ച് ദേ വിൽ ഹാവ് എ ഫർദർ വെപ്പൺ ഇൻസ്പെക്ഷൻ. അവർ ആ റേഞ്ചിൽ നിന്ന്, നമ്മൾ വെടിവെക്കുന്ന ആ റേഞ്ചിൽ നിന്ന് മാറുന്നതിന് മുമ്പ് അവരവരുടെ വെപ്പണൊക്കെ ഒന്ന് ഇൻസ്പെക്ഷൻ ചെയ്യും. അതായത് അവർ വെപ്പൺ എങ്ങനെ, അതിൻ്റെ അകത്ത് ഇനി ഇത് എത്ര ബുള്ളറ്റ് ഉണ്ടെന്നും അങ്ങനെയൊക്കെ ഒന്ന് സെർച്ച് ചെയ്യും. ഈച്ച് ഫയറർ വിൽ ബി ആസ്ക്ഡ് വെദർ ഷീ ഹാസ് എനി live ammunition. It will be ensured that they have no live ammunition. അതായത് നമ്മൾ ഈ
റേഞ്ച് വിടുന്നതിന് മുമ്പ് അവരുടെ കയ്യിൽ എത്രത്തോളം വെടിമരുന്ന് അതുപോലെയുള്ള വസ്തുക്കൾ എത്രമാത്രം ഉണ്ട് എന്ന് ഒന്ന് ചെക്ക് ചെയ്തതിന് ശേഷം അത് ഇനി മിച്ചമില്ലെങ്കിലാണ് അവർ ആ റേഞ്ച് മാറി പോകുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഡിഫൈൻ ലോസ് ഓഫ് എയിമിംഗ് എന്നാണ്. അതായത് ലോസ് ഓഫ് എയിമിംഗ് എന്താണെന്ന് വിശദീകരിക്കുക. ഒന്നാമത്തത്, ഫോക്കസ് ദി ടാർഗറ്റ് സോ ദാറ്റ് എ ക്ലിയർ പിക്ചർ ഈസ് ഫോംഡ് ഓൺ ദി റെറ്റീന ഓഫ് ദി ഐ ആൻഡ് ഗെറ്റ് ദി ട്രൂ സെന്റർ ഓഫ് ദി ടാർഗറ്റ്. ദെൻ വിത്ത് ദി ഐ ഫോക്കസ് ടു ദി ഫോർസൈറ്റ്. നമ്മൾ ഒരു ടാർഗറ്റിനെ കാണുമ്പോൾ തന്നെ അതിനെ കറക്റ്റായിട്ട് രീതിയിൽ ഫോക്കസ് ചെയ്യുന്ന രീതിയിൽ നോക്കുക. എന്നിട്ട് ആ ഒബ്ജക്റ്റിൻ്റെ നമ്മൾ എയിം ചെയ്ത് നമുക്ക് വെടി ഉതിർക്കാനുള്ളത് എയിം ചെയ്ത് പിടിക്കുക. ബി എന്ന് പറയുന്നത് ഹോൾഡ് ദ റൈഫിൾ പ്രോപ്പർലി ആസ് ഹാസ് ഓൾറെഡി ബീൻ ടോട്ട് ആൻഡ് കീപ്പ് ഇൻ അപ്രൈറ്റ്. നമ്മളെ വെപ്പൺ ട്രെയിനിങ്ങിൽ സോൾജേഴ്സ് പഠിപ്പിച്ചായിരുന്നു, ഒരിക്കലും എനിമിയുടെ നേരെ അല്ലാതെ വേറെ ആരുടെയും നേരെ റൈഫിൾ ചൂണ്ടത്തില്ല. അപ്പോൾ എപ്പോഴും അവരുടെ റൈഫിൾ അപ്രൈറ്റ് പൊസിഷനിലായിരിക്കും ഇരിക്കുക. എനിമിയുടെ നേരെ മാത്രമേ നമ്മൾ റൈഫിൾ ചൂണ്ടത്തുള്ളൂ. അപ്പോൾ അപ്രൈറ്റ് പൊസിഷനിൽ അവർ റൈഫിൾ പിടിക്കുന്നു. ക്ലോസ് ദി ലെഫ്റ്റ് ഐ ആൻഡ് ഫോക്കസ് ദി ഫോർസൈറ്റ്. ലെഫ്റ്റ് ഐ അടച്ചു പിടിച്ചതിന് ശേഷം നമ്മൾ ഫോർസൈറ്റ് മുന്നിലുള്ള വസ്തുവിനെ ഫോക്കസ് ചെയ്യുക. See the foresight through the black sight U. The foresight should be seen right in the center of the U. The tip of the foresight must be aligned in the center and in level with the shoulder of the U. അടുത്ത പാർട്ട് എന്ന് പറയുന്നത് നാഷണൽ ഇൻ്റഗ്രേഷൻ ആണ്. നമ്മൾ ഈ ഭാഗത്തെക്കുറിച്ച് ക്ലാസ് എടുത്തതാണ്. അപ്പോൾ ഈ ഭാഗത്തിൽ വരുന്നത് 40 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ആണ്. ഏകദേശം 5 ക്വസ്റ്റ്യനോളം വരുന്നുണ്ട്. 5 ക്വസ്റ്റ്യനാണ് നാഷണൽ ഇൻ്റഗ്രേഷനിൽ വരിക. അപ്പോൾ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ തന്നെ ഡിഫൈൻ നാഷണൽ ഇൻ്റഗ്രേഷൻ. നാഷണൽ ഇൻ്റഗ്രേഷൻ എന്താണ് എന്ന് ഡിഫൈൻ ചെയ്യുക. അപ്പോൾ നമ്മൾ ഇതിനെക്കുറിച്ച് പഠിക്കുമ്പോൾ ആദ്യം അറിഞ്ഞിരിക്കുന്ന ചില പോയിന്റ്സിന് പറയാം. ഒന്ന്, നാഷണൽ ഇൻ്റഗ്രേഷൻ എന്ന് പറഞ്ഞാൽ യൂണിറ്റി ഇൻ ഡൈവേഴ്സിറ്റി, നാനാത്വത്തിൽ ഏകത്വം, യൂണിറ്റി ഇൻ ഡൈവേഴ്സിറ്റി. രണ്ടാമത്തെ എന്ന് പറയുന്നത് എ ഫീലിംഗ് ഓഫ് ടുഗദർനെസ് എമംഗ് ദി പീപ്പിൾ ഓഫ് കൺട്രി ഇറസ്പെക്റ്റീവ് ഓഫ് കാസ്റ്റ്, ക്രീഡ് ആൻഡ് റിലീജിയൻ. ജാതിമത ഭേദമന്യേ ഒരു കൺട്രിയിലുള്ള എല്ലാ ജനങ്ങളും തമ്മിലുള്ള ഒരു ഐക്യം, അതാണ് ഈ നാഷണൽ ഇൻ്റഗ്രേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ചിലപ്പോൾ നമ്മൾ പല ഭാഷകളായിരിക്കും സംസാരിക്കുന്നത്, പല റിലീജിയൻ ആയിരിക്കും, എങ്കിലും മറ്റുള്ളവരെ റെസ്പെക്റ്റ് ചെയ്ത് മറ്റുള്ളവർക്കുള്ള കെയറിങ് കൊടുത്ത് ഒരുമിച്ച് ജീവിക്കുക എന്നാണ് നേഷൻ്റെ പുരോഗതിക്ക് വേണ്ടി ഒരുമിച്ച് ജീവിക്കുക എന്നാണ് ഈ നാഷണൽ ഇൻ്റഗ്രേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇത്രയും പോയിന്റ് കിട്ടുമ്പോൾ തന്നെ നമുക്ക് മലയാളത്തിലാണെങ്കിലും ആലോചിച്ചിട്ട് എഴുതാൻ പറ്റും അല്ലേ? അപ്പോൾ ഞാൻ വായിക്കുകയാണ്. വാട്ട് ഈസ് നാഷണൽ ഇൻ്റഗ്രേഷൻ? National integration is a positive concept to inculcate feeling of togetherness amongst diverse section of society. It is not the uniformity of all religious, dress and food habits, etc. It means both prevention of both diverse cultures and at the same time living, respecting and working in harmony with each other for the overall prosperity of the nation. ഞാൻ പറഞ്ഞ തന്നെ പോയിന്റ്സ് ആണ് ഇതിൻ്റെ അകത്ത് വരുന്നത്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, വൈ നാഷണൽ ഇൻ്റഗ്രേഷൻ ഇമ്പോർട്ടൻറ്റ് ഫോർ പ്രോഗ്രസ് ഓഫ് എനി നേഷൻ? ഇതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. നാഷണൽ ഇൻ്റഗ്രേഷൻ്റെ പ്രാധാന്യം എന്താണ്? ഒരു രാജ്യത്തിൻ്റെ പുരോഗതിയിൽ നാഷണൽ ഇൻ്റഗ്രേഷൻ്റെ പ്രാധാന്യം എന്താണ്? അതിൽ ഒന്നാമത്തേത്, മെയിൻ്റനൻസ് ഓഫ് സോവറിനിറ്റി ആൻഡ് ടെറിട്ടോറിയൽ ഇൻ്റഗ്രിറ്റി ഓഫ് ദി നേഷൻ. രാജ്യത്തിൻ്റെ സോവറിനിറ്റിയും ഇൻ്റഗ്രിറ്റിയും മെയിൻറ്റെയിൻ ചെയ്യുക. മെയിൻ്റനൻസ് ഓഫ് പീസ് ആൻഡ് ഹാർമണി, സമാധാനവും ഐക്യവും നിലനിർത്തുക. ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെൻറ്റ് ഓഫ് ദി നേഷൻ, രാജ്യത്തിൻ്റെ വളർച്ചയും പുരോഗമനവും. എറഡിക്കേഷൻ ഓഫ് പോവർട്ടി ആൻഡ് ഇല്ലിറ്ററസി, നിരക്ഷരതയും അതുപോലെ തന്നെ ദാരിദ്ര്യവും നിർമ്മാർജ്ജനം ചെയ്യുക. അടുത്തത്, ഇന്റേണൽ സെക്യൂരിറ്റി ആൻഡ് ലോ ആൻഡ് ഓർഡർ,
ആഭ്യന്തര സുരക്ഷയും ക്രമസമാധാനവും, കൾച്ചറൽ ആൻഡ് റിലീജിയസ് ഡെവലപ്മെൻറ്റ്, സാംസ്കാരികവും മതപരവുമായ വികസനം, എക്കണോമിക് ആൻഡ് ഇൻഡസ്ട്രിയൽ ഗ്രോത്ത്, സാമ്പത്തികവും വ്യാവസായികവുമായ വികസനം, അട്രാക്ട് ഫോറിൻ ഇൻവെസ്റ്റ്മെൻറ്റ് ആൻഡ് ഇൻക്രീസ് ഇമ്പോർട്ട് ആൻഡ് എക്സ്പോർട്ട്, വിദേശ നിക്ഷേപം ആകർഷിക്കുകയും ഇറക്കുമതി കയറ്റുമതി വർദ്ധിപ്പിക്കുകയും ചെയ്യുക. പിന്നെ എക്സ്ചേഞ്ച് ഓഫ് ടെക്നോളജിക്കൽ നോ ഹൗ ആൻഡ് കൾച്ചർ, സാങ്കേതിക പരിജ്ഞാനത്തിൻ്റെയും സംസ്കാരത്തിൻ്റെയും കൈമാറ്റം, ഡിഗ്നിറ്റി ആൻഡ് സെൽഫ് റെസ്പെക്ട് ആസ് എ നേഷൻ, വെൽഫെയർ ആൻഡ് വെൽ ബീയിങ് ഓഫ് ദി പീപ്പിൾ, ഒരു രാജ്യത്തിൻ്റെ ആളുകളുടെ ക്ഷേമവും സുസ്ഥിരതയും. അടുത്തത് ഫോറിൻ റിലേഷൻസ് ആൻഡ് ബെറ്റർ സ്റ്റാൻഡിംഗ് എമംഗ് നേഷൻസ് ഓഫ് ദി വേൾഡ്, വിദേശ രാജ്യങ്ങളുമായിട്ടുള്ള ബന്ധവും അതുപോലെ തന്നെ അന്താരാഷ്ട്ര രാജ്യങ്ങൾക്കിടയിലുള്ള ഒരു നല്ല പൊസിഷൻ, നല്ല സ്റ്റാൻഡിങ്ങുമാണ്. അതാണ് EM കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി വാട്ട് ആർ ദി മേജർ ഇന്ത്യൻ റിലീജിയൻസ് ആൻഡ് പെർസെൻറ്റേജ് ഓഫ് പോപ്പുലേഷൻ? വാട്ട് ആർ ദി മേജർ ഇന്ത്യൻ റിലീജിയൻസ് ആൻഡ് പെർസെൻറ്റേജ് ഓഫ് പോപ്പുലേഷൻ? നമ്മുടെ ഇന്ത്യയിൽ എത്ര തരത്തിലുള്ള മതങ്ങളുണ്ടെന്ന് അതിൻ്റെ പെർസെൻറ്റേജ്, അത് നമ്മൾ എല്ലാ പ്രാവശ്യവും തന്നെ വൺ വേർഡ് ആയിട്ട് ഇല്ലെങ്കിൽ ഏത് രീതിയിലെങ്കിലും ചോദിക്കുന്ന ചോദ്യങ്ങളിൽ ഒന്നാണ് ഇത്. അപ്പോൾ ഫോക്കസ് ഏരിയ നമുക്ക് തന്നിരിക്കുന്നതുകൊണ്ട് ഇത് ഷുവർ ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ശ്രദ്ധിച്ച് വായിക്കുക, പഠിക്കുക. ഒന്നാമത്തേത് ഹിന്ദുസ് 83.5%, മുസ്ലിംസ് 10.7%, ക്രിസ്ത്യൻസ് 2.44%, സിഖിസ് 1.79%, ബുദ്ധിസ്റ്റ് 0.74%, ജെയിൻസ് 0.46%, അങ്ങനെ ബാക്കിയുള്ള എല്ലാ മതങ്ങളും ചെറിയ ചെറിയ മതങ്ങളെല്ലാം കൂടി കൂട്ടി 0.37%. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോൾ ശരി ഏതാ തെറ്റ് ഏതാ എന്നുള്ള പറയുക എന്നുള്ളതാണ്. ട്രൂ ഓർ ഫാൾസ് ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ വായിക്കുകയാണ്. ട്രൂ ആണോ ഫാൾസ് ആണോ എന്ന് നമുക്ക് നോക്കാം. ഒന്നാമത്തേത്, ദ പോളിസി ഓഫ് സുൽക്കുൽ പീസ് വിത്ത് ഓൾ വാസ് അഡോപ്റ്റഡ് ബൈ അക്ബർ. സുൽക്കുൽ എന്ന് പറഞ്ഞാൽ പീസ് വിത്ത് ഓൾ, എല്ലാവരോടുമായിട്ട് സമാധാനം. ദ പോളിസി ഓഫ് സുൽക്കുൽ വാസ് അഡോപ്റ്റഡ് ബൈ അക്ബർ. സുൽക്കുൽ നിയമം കൊണ്ടുവന്നത് അക്ബർ ആണ്. ശരിയാണോ തെറ്റാണോ? ശരിയാണ് കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ, ഇൻഫ്ലുവൻസ് ഓഫ് ന്യൂ ഗോഡ്സ് ആൻഡ് ന്യൂ മെത്തേഡ്സ് ഓഫ് വർഷിപ്പ് വാസ് ബ്രോട്ട് ടു ഇന്ത്യ ബൈ ദ്രാവിഡൻസ്. അതായത് ഇന്ത്യയിൽ പുതിയ ദൈവങ്ങളുടെ സ്വാധീനവും അതുപോലെ തന്നെ പുതിയ രീതിയിലുള്ള ആരാധനാ രീതികളും ഒക്കെ കൊണ്ടുവന്നത് ദ്രാവിഡന്മാരാണെന്ന് ആണ് ക്വസ്റ്റ്യനിലുള്ളത്. അത് ശരിയാണോ തെറ്റാണോ? അത് തെറ്റാണ്. അടുത്തത്, ദ ബ്രിട്ടീഷ് ഇൻ ഇന്ത്യ ഫോളോഡ് എ പോളിസി ഡിവൈഡ് ആൻഡ് മൾട്ടിപ്ലൈ. ഇന്ത്യയിൽ ബ്രിട്ടീഷുകാർ ഡിവൈഡ് ആൻഡ് മൾട്ടിപ്ലൈ എന്ന പോളിസിയാണ് ഉപയോഗിച്ചിരുന്നത്. അതായത് അവരുടെ ഭരണകാലത്ത് അവർ ഡിവൈഡ് ആൻഡ് മൾട്ടിപ്ലൈ എന്ന പോളിസിയാണ് ഉപയോഗിച്ചിരുന്നത്. അത് ശരിയാണോ തെറ്റാണോ? അത് തെറ്റാണ്. ഇനി അടുത്തത്, ജീസസ് ക്രൈസ്റ്റ് വാസ് ബോൺ ഇൻ 4 BC ഇൻ ജൂത. ജൂതയിൽ BC 4-ാം നൂറ്റാണ്ടിലാണ് യേശു ക്രിസ്തു ജനിച്ചത് എന്നാണ് അടുത്ത സ്റ്റേറ്റ്മെന്റ്. അത് തെറ്റല്ലേ? അത് തെറ്റാണ്. ഗൗതം ബുദ്ധ വാസ് ദി സൺ ഓഫ് ഇന്ത്യൻ പ്രിൻസ് സുദ്ധോധന്റെ മകനാണ് ഗൗതം ബുദ്ധ എന്നാണ് അടുത്തത്. അത് ശരിയല്ലേ? സുദ്ധോധന്റെ മകനാണ് ഗൗതം ബുദ്ധ. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, വാട്ട് ആർ ദി ഫണ്ടമെന്റൽസ് ഓഫ് നാഷണൽ യൂണിറ്റി? നാഷണൽ യൂണിറ്റിൻ്റെ അടിസ്ഥാന കാര്യങ്ങൾ എന്താണ്? അതായത് ദേശീയ ഐക്യത്തിൻ്റെ അടിസ്ഥാന കാര്യങ്ങൾ എന്തൊക്കെയാണ്? അത് 4 കാര്യങ്ങളാണ് ഉള്ളത്. 5 കാര്യങ്ങളാണ് ഉള്ളത്. ഒന്നാമത്തേത് ലാംഗ്വേജ്, രണ്ടാമത്തേത് കാസ്റ്റിസം, മൂന്നാമത്തേത് എഡ്യൂക്കേഷൻ, നാലാമത്തേത് കമ്മ്യൂണലിസം, അഞ്ചാമത്തേത് റീജിയണലിസം. ഒന്നാമത്തേത് ലാംഗ്വേജ് ഭാഷ, രണ്ടാമത്തേത് കേസ്റ്റിസം ജാതീയത, മൂന്നാമത്തേത് വർഗീയത അത് കമ്മ്യൂണലിസം, നാലാമത്തേത് റീജിയണലിസം പ്രാദേശികവാദം, അഞ്ചാമത്തേത് വിദ്യാഭ്യാസം. ഇത്രയാണ്
നമ്മുടെ ദേശീയ ഐക്യത്തിൻ്റെ പ്രധാന ഘടകങ്ങൾ. നമുക്ക് അടുത്തതായിട്ട് പഠിക്കാനുള്ളത് ലീഡർഷിപ്പ് എന്ന് പറയുന്ന ഭാഗമാണ്. അതിൽ നിന്ന് ഏകദേശം 5 ക്വസ്റ്റ്യൻസ് ആണ് വരിക. അപ്പം നമുക്ക് ഓരോ ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, വാട്ട് ആർ ലീഡർഷിപ്പ് ട്രൈറ്റ്സ്? എന്താണ് നേതൃത്വത്തിൻ്റെ സവിശേഷതകൾ? ഒന്നാമത്തേത് അലേർട്ട്നെസ്, ബെയറിംഗ്, കറേജ്, ഡിപ്പെൻഡബിലിറ്റി, എൻഡുറൻസ്, ഇനീഷ്യേറ്റീവ്, ഇൻറ്റഗ്രിറ്റി, ജഡ്ജ്മെൻറ്റ്, ജസ്റ്റിസ്, നോളജ്, ലോയാലിറ്റി, സെൻസ് ഓഫ് ഹ്യൂമർ, ടാക്ട്ഫുൾ, അൺസെൽഫിഷ്നെസ്. ഇത്ര എണ്ണത്തിൽ ഒരു 10 എണ്ണം അല്ലെങ്കിൽ ഒരു 8 എണ്ണം ഒക്കെ നമുക്ക് ഈസി ആയിട്ട് ഓർത്തിരിക്കാവുന്ന വേർഡ്സുകളാണ്. അതായത് അലേർട്ട്നെസ്, ബെയറിംഗ്, കറേജ്, നോളജ്, എൻഡുറൻസ്, ഇനീഷ്യേറ്റീവ്, ഇൻറ്റഗ്രിറ്റി. പിന്നെ അത് ഓർത്തിരിക്കാൻ പറ്റുന്നത് സെൻസ് ഓഫ് ഹ്യൂമർ, നോളജ്, ലോയാലിറ്റി. ഇത്തരം വേർഡ്സുകളൊക്കെ നമുക്ക് ഓർത്തിരിക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ അതൊക്കെ നമ്മൾ ഓർത്തിരിക്കുക. അതെന്തിൻ്റെയാണ്? നേതൃത്വത്തിൻ്റെ സവിശേഷതകൾ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, ലിസ്റ്റ് ഔട്ട് ഇമ്പോർട്ടൻറ്റ് വാല്യൂസ് ഓഫ് എ ഗുഡ് ആൻഡ് സക്സസ്ഫുൾ ലീഡർ. ഒരു നല്ല നേതാവിൻ്റെ മൂല്യങ്ങൾ എന്തൊക്കെയാണെന്നാണ് അടുത്ത ക്വസ്റ്റ്യൻ. ഇത് നമുക്ക് അറിയാവുന്നത് തന്നെയാണ്. നമുക്ക് എന്തെങ്കിലും കിട്ടിയാൽ അതിനെ പൊരിപ്പിച്ചെഴുതാൻ അറിയാത്തവരായി ആരും ഉണ്ടായിരിക്കുകയില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നമ്മൾ എന്തോരം എഴുതുന്നത് നമ്മുടെ എക്സാമിനൊക്കെ. അതുപോലെ നമ്മൾ ഈ പോയിന്റ് വൈസായിട്ട് ഓർത്തിരിക്കുക. എന്നിട്ട് നമ്മൾ അതിൻ്റെ ഡിസ്ക്രിപ്ഷൻ നമ്മൾ തന്നെ എഴുതുക എന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ ഒന്നാമത്തേത് ഓണസ്റ്റി, സത്യസന്ധരായിരിക്കുക. ഇൻറ്റഗ്രിറ്റി, സമഗ്രത, എല്ലാ കാര്യത്തിനും ഒരു സമഗ്രത ഉണ്ടായിരിക്കണം. പ്യൂരിറ്റി, ഡിസിപ്ലിൻ, നമ്മളൊരു ഡിസിപ്ലിൻഡ് ആയിരിക്കണം. അതായത് ഏത് കാര്യം ചെയ്താലും അത് ആസ് പെർ റൂൾസ് ചെയ്യുന്നവരായിരിക്കണം. എന്ന് പറഞ്ഞാൽ റോബോട്ടിൻ്റെ കണക്ക് നടക്കണം എന്നല്ല, ഡിസിപ്ലിൻ ആയിരിക്കണം. സെൽഫ്ലെസ്നെസ്, എന്ത് ചെയ്താലും ആത്മാർത്ഥതയോടെ ചെയ്യുന്നവരായിരിക്കണം. ലോയാലിറ്റി എന്ന് പറഞ്ഞാൽ സത്യസന്ധരായിരിക്കണം. എല്ലാ കാര്യങ്ങളിലും സത്യസന്ധരായിരിക്കണം. തന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ജോലി സത്യസന്ധതയോടെ ചെയ്യണം. അതിൻ്റെ അകത്ത് ഒരു സ്വന്തം നേട്ടത്തിന് വേണ്ടി ആയിരിക്കരുത് ഒരു ലീഡർ ഒരിക്കലും പ്രവർത്തിക്കേണ്ടത്. തൻ്റെ കൂടെ ഉള്ളവരുടെ നേട്ടത്തിന് വേണ്ടിയായിരിക്കണം ഒരു ലീഡർ എപ്പോഴും പ്രവർത്തിക്കേണ്ടത്. ഫെയർനെസ് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഒരേ രീതിയിൽ ഉള്ള നയങ്ങൾ കൊടുക്കുന്നവനായിരിക്കണം. അതായത് എപ്പോഴും ഗുഡ് ഡിസിഷൻ എടുക്കുന്നവരായിരിക്കണം. ഒരാളോട് പക്ഷപാതം കാണിക്കുന്ന അങ്ങനെ ഒരാളായിരിക്കരുത് ഒരിക്കലും ഒരു ലീഡർ. അടുത്തതെന്ന് പറയുന്നത് ഇക്വാളിറ്റിയാണ്. എല്ലാവരെയും ഒരേ രീതിയിൽ കാണുന്നവരായിരിക്കണം ഒരു ലീഡർ എന്ന് പറയുന്നത്. എല്ലാവർക്കും ഒരേ പ്രാധാന്യം കൊടുക്കണം. അടുത്തത് ട്രസ്റ്റ്, തൻ്റെ ഗ്രൂപ്പിലുള്ളവർ, തൻ്റെ കീഴിലുള്ളവർക്ക് അവർക്കൊരു സപ്പോർട്ട് കൊടുക്കും, അവരെ താങ്ങി നിർത്താൻ പറ്റും എന്ന് അവരെ ബോധ്യപ്പെടുത്തണം. അതുപോലെ തന്നെ അവരിൽ നമ്മൾ വിശ്വസിക്കുകയും ചെയ്യണം. അതാണ് ട്രസ്റ്റ് എന്ന് പറയുന്നത്. സപ്പോർട്ട് എന്ന് പറയുമ്പോൾ ഞാൻ മുമ്പ് പറഞ്ഞ പോലെ തന്നെ കൂട്ടത്തിലുള്ളവർക്ക് എല്ലാ കാര്യത്തിനും സപ്പോർട്ട് കൊടുക്കുന്നവരായിരിക്കണം ഒരു ഗുഡ് ലീഡർ. എന്ന് പറയുന്നത് എല്ലാ കാര്യത്തിനും എന്ന് പറഞ്ഞാൽ അയാളുടെ വ്യക്തിപരമായ വളർച്ചയ്ക്ക് വേണ്ടിയുള്ള കാര്യത്തിന് വേണ്ടി, അല്ലെങ്കിൽ ഒരു നല്ല കാര്യത്തിന് വേണ്ടി സപ്പോർട്ട് കൊടുക്കുന്നവരായിരിക്കണം. അല്ലെ തളർന്നു നിൽക്കുന്ന അവസരത്തിൽ സപ്പോർട്ട് കൊടുക്കുന്നവരായിരിക്കണം ലീഡർ. അല്ലാതെ അവരെ പുറന്തള്ളുന്നവരായിരിക്കല്ലോ ഒരിക്കലും ഒരു ലീഡർ. ഇനി അടുത്തത് റെസ്പെക്റ്റ് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും റെസ്പെക്റ്റ് കൊടുക്കണം. അതായത് എല്ലാവരെയും ആദരിക്കണം. ലീഡർ എന്ന് പറയുമ്പോൾ അവരുടെ നേതാവ് എന്നതിലുപരി അവരിൽ ഒരാളായി നിൽക്കുന്നവരായിരിക്കണം എപ്പോഴും ഒരു ലീഡർ.